ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ കോട്ടയം അതിരൂപത മീഡിയ കമ്മീഷന്റെ സഹകരണത്തോടുകൂടി ക്നാനായക്കാരുടെ തനതായ പലഹാരങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പരിപാടിയിൽ വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് ആദ്യമായി തയ്യാറാക്കുന്നത് പെസഹ അപ്പവും പാലും ആണ്. ഇവിടെ പെസഹ അപ്പവും പാലും തയ്യാറാക്കുന്നത് കിഴക്കേ നട്ടാശ്ശേരി KCWA അംഗമായ സുനി ജയ്മോൻ ആലപ്പാട്ടാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒറ്റക്കൊടുക്കലിൻ്റെയും ഒറ്റയാക്കപ്പെട്ടതിൻ്റെയും അവഹേളനത്തിൻ്റെയും ഓർമ്മകൾ ഉണർത്തുന്ന രാത്രിയാണ് പെസഹ രാത്രി. യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി പെസഹ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ക്രിസ്തീയ ഭവനങ്ങളിൽ ഭക്തിപൂർവ്വം ഉണ്ടാക്കുന്നതാണ് പെസഹ അപ്പവും പെസഹ പാലും. നമ്മളിന്നിവിടെ ജ്ഞാനായ തനിമയിൽ എങ്ങനെയാണ് പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ: വറുത്ത അരിപ്പൊടി, വറുത്ത ഉഴുന്ന്, തേങ്ങ തരിതരിപ്പോടെ അരച്ചത്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, ഉപ്പ് എന്നിവയാണ്. ഇനി ഇവിടെ നമ്മൾ ഇന്ന് ഒരു പെസഹ അപ്പത്തിനുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. വറുത്ത ഉഴുന്നാണ്. ഉഴുന്ന് ഫ്രൈയിങ് പാനിൽ വെച്ച് നന്നായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ വറക്കുക. ഉഴുന്ന് വറക്കുന്നത് പച്ച ചുവ മാറുന്നതിനും അപ്പത്തിന് സോഫ്റ്റ്നെസ്സും മയവും വരുന്നതിനാണ്. ഉഴുന്ന് കഴുകിയ ശേഷം വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായി നല്ല നൈസായി അരയ്ക്കുക. അരച്ച ഉഴുന്നാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങ മിക്സിയിൽ തരിതരിപ്പോടെ അരച്ചത്, ഇതിൽ ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം എന്നിവ ചേർത്തിട്ടുണ്ട്. ആവശ്യാനുസരണത്തിന് ഉപ്പ് ചേർക്കാം. തവി കൊണ്ട് കോരിയെടുക്കാവുന്ന കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് തയ്യാറാക്കേണ്ടത്. നന്നായി കുഴച്ച മാവ് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുഴയ്ക്കുന്ന സമയം നമ്മൾ ഇതിന് ഒരിക്കലും ഉപ്പ് നോക്കാറില്ല. 1.25 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വറുത്ത ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത്. ഒരു തേങ്ങ മുഴുവനായി തരിതരിപ്പോടെ അരച്ചത്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യാനുസരണം ഉപ്പ് എന്നിവയാണ് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയ മാവ് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പാത്രത്തിൽ എണ്ണ തടവിയ ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വളരെ ഭക്തിപൂർവ്വം ആണ് നമ്മളിത് ചെയ്യേണ്ടത്. ഭക്തിപൂർവ്വം നമ്മൾ ഇതിനെ പാത്രത്തിലേക്ക് ഒഴിക്കുക. കുടുംബത്തിലെ കാരണവരാണ് കുരിശ് വയ്ക്കുന്നത്. ഇനിയും തയ്യാറാക്കി വെച്ച മാവ് അപ്പച്ചെമ്പിൽ വെച്ച് വെള്ളം ആവി വരുമ്പോൾ വെക്കുന്നു. പെസഹ അപ്പം വേകുന്ന സമയത്ത് നമുക്ക് പെസഹ പാൽ തയ്യാറാക്കാം.
പെസഹ പാൽ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. 200 ഗ്രാം ശർക്കര പാനിയാക്കിയെടുത്തത്, അരിപ്പൊടി, എള്ള്, ഏലക്ക, ജീരകവും പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, 1 തേങ്ങ പിഴിഞ്ഞെടുത്തതിൻ്റെ 2ാം പാല്, 1ാം പാല്. ഇത് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. ശർക്കരയിലേക്ക് നമ്മൾ 2ാം പാലാണ് ചേർക്കുന്നത്. രണ്ട് സ്പൂൺ അരിപ്പൊടി, പാല് കുറുകുന്നതിന് വേണ്ടിയിട്ടാണ് 2 സ്പൂൺ അരിപ്പൊടി 2ാം പാലിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നു. 1/4 ടീസ്പൂൺ ചുക്കുപൊടി, ഏലക്ക, ജീരകം 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിനുശേഷം അടുപ്പിൽ വെച്ച് നന്നായി കുറുകുന്നിടം വരെ അടുപ്പിൽ വെച്ച് ഇളക്കുക. അരിപ്പൊടി കട്ടയാകാതിരിക്കുന്നതിനാണ് ഇങ്ങനെ ഇളക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാല് ഏകദേശം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാല് ചേർക്കാം. 1ാം പാൽ ചേർത്ത് ഒരിക്കലും തിളപ്പിക്കരുത്. വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് ചേർക്കുക. ഇപ്പോൾ നമ്മളുടെ പെസഹ അപ്പവും പെസഹ പാലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബത്തിലെ ഗൃഹനാഥൻ അപ്പം മുറിച്ച് കുടുംബാംഗങ്ങൾക്ക് നൽകുന്നു.